ദിവസം കഴിഞ്ഞപ്പോൾ 2 വൈൽഡ് കാർഡ് എൻട്രീസോ ബിഗ് ബോസിനകത്ത് എന്നല്ല. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ എനിക്ക് മനസ്സിലായി, ആ ജീവ എന്ന് പറയുന്ന വ്യക്തി ആ ഹാപ്പി കപ്പിൾസിനകത്തുള്ള ഒരു ലീഡ് റോൾ ചെയ്യുന്ന പുള്ളിക്കാരനാണല്ലേ. അപ്പൊ അനുമോളുടെ അതൊരു ഫ്രണ്ടാണ്. ഇപ്പോഴും ഫ്രണ്ട് ആണോ എന്ന് എനിക്കറിയത്തില്ല. എല്ലാവരും എക്സ് ബോയ് ഫ്രണ്ട് എന്ന് പറയുന്നത് കൊണ്ട് ഇപ്പൊ ഫ്രണ്ട് ആണോ എന്ന് എനിക്കറിയത്തില്ല. ശരിയാണ്, അനുമോളുമായിട്ട് ഡാൻസ് കളിക്കുന്ന വീഡിയോസ് ഒക്കെ ഈ പുള്ളിക്കാരനുമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് നമ്മുടെ പഴയ ജീമൂമ്പ, പണ്ടത്തെ നമ്മുടെ കുട്ടിച്ചാത്തനില്ലേ, മൈ ഡിയർ കുട്ടിച്ചാത്തൻ. ഈ സത്യം പറഞ്ഞാൽ ഒരു എന്താ പറയാ 90s ഒക്കെ ഒരു കുട്ടിക്കാലത്ത് ഇതൊക്കെ ആയിരുന്നു നമ്മുടെയൊക്കെ ഒരു എന്റർടൈൻമെന്റ് എന്നൊക്കെ പറയുന്നത്. ഞാൻ അതിനുശേഷം ഞാൻ ഈ പറയുന്ന സീരിയൽ ഇൻഡസ്ട്രിയിൽ അധികം നോക്കിയിട്ടില്ലായിരുന്നു. പക്ഷെ മെട്രോ സ്റ്റാർ എന്ന് പറഞ്ഞൊരു ചാനലിലൂടെയാണ് നേഹ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു അവതാരകയായിട്ടൊക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് സീരിയൽ മാത്രമായിട്ടുള്ളൊരു കണക്ഷൻ ഉണ്ട്. എന്നാൽ ഇപ്പോൾ ബിഗ് ബോസ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ഞാൻ അഗെയിൻ എൻ്റെ ലൈഫിൽ ഞാൻ ഇതേണക്കൊരു പ്രോഗ്രാം അല്ലെങ്കിൽ ഈ ഒരു റിവ്യൂ എന്ന് പറയുന്നൊരു സീരിയൽ ഗ്രാൻഡ്മ സ്റ്റാർട്ട് ചെയ്തത്. സോ അതിൻ്റെയൊക്കെ വലിയ കഥകളൊക്കെ ഞാൻ എന്തായാലും ശരി ഞാൻ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യാം. പക്ഷെ എന്തായാലും ബിഗ് ബോസ് ഹൗസിനകത്ത് ഇവർ വരാൻ പോകുന്നത് വെറും ഒരു പ്രൊമോഷനാണ്. ഹാപ്പി കപ്പിൾസ് എന്ന് പറഞ്ഞിട്ട് ഏഷ്യാനെറ്റിൽ ഒരു ഫൺ ആയിട്ടുള്ള ഒരു സീരീസ്, അതൊരു സീരിയലായിട്ടോ സീരീസ് ആയിട്ടോ കൺസിഡർ ചെയ്യാൻ പറ്റും, അത് വരുന്നുണ്ട്. അപ്പൊ അതിന്റെ പ്രൊമോഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഏഷ്യാനെറ്റ് ഇവരെ അങ്ങോട്ട് വിടുകയാണ്. ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് ഇപ്പോൾ എന്ത് ബിഗ് ബോസിനകത്ത് എടുത്തിട്ടാലും ശരി ആൾക്കാർ ശ്രദ്ധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രൊമോഷന് വേണ്ടിയിട്ട് എന്തായാലും അവിടെ വരുന്നത്. 2 പേരെ വരുന്നുള്ളൂ. ജീവയും അതിന്റെ ആ ഒരു പാർട്ട്ണറായിട്ട് മീൻസ് ആ ഒരു ഹീറോയിൻ ആയിട്ട് വരുന്ന ഒരു പുള്ളിക്കാരി മാത്രമാണ് വരുന്നതെന്ന് തോന്നുന്നു. അവര് അതൊരു ടാസ്ക് കൊടുത്ത് ടാസ്കിന്റെ അവസാനം അതൊരു വലിയ സസ്പെൻസ് ആക്കി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റോർ റൂമിലാണ് അവരെ കൊണ്ടുവന്ന് വെച്ചേക്കുന്നത്. ഒരിക്കലും വൈൽഡ് കാർഡ് എൻട്രീസ് വരികയാണെങ്കിൽ അങ്ങനെ വരില്ല. കാരണം സ്റ്റോർ റൂമിൽ കൂടി കയറിയ വൈൽഡ് കാർഡ് എൻട്രി അല്ലേ നീ എന്ന് ആൾക്കാർ ചോദിക്കില്ലേ, അവിടെ ഉള്ളവർ ചോദിക്കില്ലേ. ഏതായാലും അങ്ങനെ വരില്ല. അപ്പോൾ എന്താണ് ഇത് ടാസ്ക് എന്ന് വെച്ചാൽ കുറേ പഞ്ഞിയുണ്ട്. ആ പഞ്ഞിയൊക്കെ യൂസ് ചെയ്തിട്ട് തലേണ തുന്നുക എന്നുള്ളതാണ്. അപ്പോൾ ആ തലേണയും കൊണ്ടിട്ട് അത് ഓടിക്കൊണ്ടുപോയി ആദ്യം സ്റ്റോർ റൂമിൽ വെക്കുന്നവർക്കാണ് ആ ഒരു ഇതിൽ സക്സസ് ആവുക എന്ന് പറയുന്നത്. അപ്പൊ ഇവരത് കൊണ്ടുപോയി വെക്കാൻ വരുമ്പോഴത്തേക്ക് ലക്ഷ്മി ഓടിക്കൊണ്ട് വരുന്ന ഒരു സീനുണ്ട്. അത് കൊണ്ടുവന്ന് വെക്കാൻ നേരത്ത് അവിടെ ലക്ഷ്മി ഇങ്ങനെ കാണുന്ന ഒരു സീനുണ്ട്. 2 പേര് തലയണ മുഖം ഇങ്ങനെ ഒളിപ്പിച്ചു വെച്ച് നിൽക്കുന്ന ഒരു സീനുണ്ട്. അപ്പൊ അതാണ് സത്യത്തിൽ അതൊരു മോർണിംഗ് ആക്ടിവിറ്റി ആണെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഏതായാലും ശരി, ഇത് ഹാപ്പി കപ്പിൾസിന്റെ പ്രൊമോഷൻ തന്നെയാണ്, അതിനകത്ത് വേറെ ഡൗട്ടൊന്നും ഇല്ല. ആ ഒരു വലിയൊരു പ്രൊമോ ആയിട്ടൊക്കെ കാണിച്ച് നമ്മൾ വൈൽഡ് കാർഡ് എൻട്രീസ് ആണോ എന്നുള്ളൊരു പേടിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഏതായാലും ശരി, നമുക്കിനി അടുത്ത വൈൽഡ് കാർഡ് എൻട്രീസ് ഉണ്ടാവാൻ സാധ്യതയില്ല അല്ലേ, എനിക്കറിയില്ല. 50 ദിവസം കഴിഞ്ഞപ്പോഴാണ് റിയാസ് ഒക്കെ ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നത്. ഇപ്പൊ ഈ ഒരു സീസണിൽ ഇപ്പൊ എന്താണ് അവസ്ഥ എന്നുള്ളത് അറിയില്ല. വന്ന 5 വൈൽഡ് കാർഡ് എൻട്രീസിൽ 2 പേര് ഔട്ടായിട്ടുണ്ട്. ഇപ്പൊ 3 പേര് മാത്രമേ ഉള്ളൂ. ആ 3 പേരിൽ സാബുമാൻ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് നിന്ന് പോകുകയാണ്. പിന്നെ സാബുമാൻ ഇപ്പൊ കുറച്ചൊക്കെ ആക്റ്റീവായി വരുന്നുണ്ട്, കുഴപ്പമില്ല. പിന്നെ ആ ഒരു ടാസ്ക്, ഇന്നലത്തെ ടാസ്കിലൊക്കെ സാബുമാൻ സൂപ്പറായിട്ട് തന്നെ ഓരോരുത്തരെ ഗസ് ചെയ്തതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിനകത്തൊന്നും കള്ളത്തരം ഇല്ല എന്ന് ഉറപ്പാണ്. അപ്പോൾ എന്തായാലും ശരി, നമുക്ക് ലൈവ് അപ്ഡേഷനുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. സീരിയൽ ഗ്രാൻഡ്മ നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് കാണണമെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ ഞാൻ പോയി വരാം. ബൈ.